ഹലോ. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചീര നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ ചീരയാണിത്. ഈ ചീരയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് ഈ ചീര. ഇപ്പോൾ ഒരു വർഷമായി ഞങ്ങൾ സ്ഥിരമായിട്ട് പറിക്കാറുണ്ട്. ഇതിന് ഒരു ചെറിയ കറയുണ്ട്. നമ്മളിങ്ങനെ പറിച്ച് കഴിയുമ്പോൾ കുറച്ചൊരു ചെറിയൊരു കറ വരും. എങ്കിലും നല്ല ടേസ്റ്റുള്ള ചീരയാണ്. പക്ഷെ നമ്മളെ വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇതൊരു മടിയുള്ള കൂട്ടത്തിലാണ്. ചീര ഒക്കെ എല്ലാവർക്കും ഒരു മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നല്ലൊരു റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് നോക്കാം. നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട സാധാരണക്കാട്ടും വലുപ്പമുള്ളൊരു മുട്ടയായിരുന്നു. അപ്പം പൊട്ടിച്ച് നോക്കിയപ്പം 2 ഉണ്ണിയുള്ള മുട്ടയായിരുന്നു അത്. അങ്ങനെ പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് സവാള, നമ്മൾ പറിച്ച ചീര ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചീര നമ്മൾ അരിഞ്ഞു കഴിയുമ്പോൾ കുറച്ചിങ്ങനെ കട്ടി പോലെ ഇങ്ങനെ കൂടി നിൽക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഈ ചീര എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട്, മുട്ടയിൽ ഒരുപാട് മിക്സിങ് ചേർത്തതുകൊണ്ട് നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം. പരത്തി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് പരത്തി മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കാനാണെങ്കിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചീരയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്.